ഒരു കലാകാരൻ നമ്മുടെ മനസ്സിൽ എല്ലാ കാലവും ചിരിയുടെ ഹാസ്യത്തിൻ്റെ തമ്പുരാനായി വാഴുന്ന കോഴിക്കോടിൻ്റെ വീരപുത്രൻ കൂടിയായ മാമുക്കോയ ഇനി ഓർമ്മയിലേക്ക് നീങ്ങുകയാണ്. എത്രയോ കഥാപാത്രങ്ങളെ നമുക്ക് വേണ്ടി നമുക്കെന്നും ചിന്തിക്കാനും ചിരിപ്പിക്കാനുമൊക്കെ നിരവധി കഥാപാത്രങ്ങളെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് മാമുക്കോയ വിട പറയുന്നത്. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ നിരവധി പേരാണ് വസതിയിലും കോഴിക്കോട് ടൗൺ ഹാളിലുമൊക്കെ പൊതുദർശനത്തിൽ പങ്കുചേർന്നത്. ഇന്നിപ്പോൾ പള്ളിയിലേക്കും ആയിരക്കണക്കിന് പേരാണ് മൃതദേഹത്തിനൊപ്പം അനുഗമിച്ചത്. അല്പസമയം കൂടി കഴിയുന്നതോടെ ഖബറടക്കം പൂർത്തിയാകും. ഭൗതിക ശരീരം മണ്ണോട് ചേരും. ഓർമ്മകളിലെന്നും ആ ഹാസ്യ കലാകാരൻ്റെ, ആ ഹാസ്യ കുലപതിയുടെ കഥാപാത്രങ്ങൾ ജീവിച്ചുകൊണ്ടേയിരിക്കും. മുഹമ്മദ് ഷഹീദ് കൂടി ചേരുന്നുണ്ട്. ഷഹീദ് ഖബർസ്ഥാനിന് തൊട്ടടുത്താണ് നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ എല്ലാ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞുവോ? ഇപ്പോൾ എത്തുന്ന ചില ആളുകൾക്കൊക്കെ കാണാനുള്ള അവസരം കൂടി പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ചടങ്ങുകൾ എങ്ങനെയാണ് നടക്കുന്നത്? പ്രതീക്ഷ, ഇന്നലെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴും ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് മയ്യത്ത് നിസ്കാരത്തിന് എടുക്കുമ്പോഴൊക്കെ അണമുറിയാത്ത ആളുകൾ ജനപ്രവാഹമായിരുന്നു. ആ പ്രവാഹം അദ്ദേഹത്തിൻ്റെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ വീട്ടിൽ നിന്നും മയ്യത്ത് എടുത്ത് നിസ്കാരത്തിലേക്ക് കൊണ്ടുവന്നു. ഈ അരക്കിണറിൽ ജുമാ മസ്ജിദിൽ നിസ്കാരം നടത്തി. അതിനുശേഷം ഇപ്പോൾ കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദിലാണുള്ളത്. ഇവിടെ അദ്ദേഹത്തിന് അവസാനമായി നോക്ക് കാണാൻ വേണ്ടി ഇവിടെയും ആളുകൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതുവരെ കാണാൻ കഴിയാത്ത ആളുകൾക്കുണ്ടെങ്കിൽ അവർക്ക് ഒരു സൗകര്യം ഇവിടെ പള്ളിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പക്ഷേ വളരെ പരിമിതമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വിപുലമായ രീതിയിൽ ഒരു അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ടാവുകയില്ല. വളരെ പരിമിതമായ ആളുകൾക്ക്, അത്യാവശ്യം ആളുകൾക്ക്, കാണേണ്ട ആളുകൾക്ക് മാത്രം കാണാൻ അവസാനമായി ഒരു നോക്ക് കാണാനുള്ളൊരു അവസരം പള്ളിയോട് ചേർന്ന് തന്നെ ഒരുക്കുന്നുണ്ട്. നിസ്കാരം പൂർത്തിയായി. ഇനി അങ്ങനെ അവസാനമായി നോക്ക് കാണാൻ വേണ്ടി ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കുള്ളൊരു സൗകര്യം നൽകും. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ ഖബർസ്ഥാനിലേക്ക് മൃതദേഹം മയ്യത്ത് കൊണ്ടുവരും. ഒരു പള്ളിയിൽ നിന്നും 500 മീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ ഖബർ കുഴിച്ചിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏക്കർ കണക്കിന് വിസ്താരമുള്ളതാണ് ഈ കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാൻ ഉള്ളത്. നിരവധി ആയിരക്കണക്കിന് ഖബറിടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരത്തിലാണ് ഈ ഖബറിടം ഇപ്പോഴുള്ളത്. 500 മീറ്റർ ഉണ്ട്. അവിടേക്ക് മയ്യത്ത് കട്ടിലിൽ മാമുക്കയുടെ മയ്യത്തും മൃതദേഹവുമായി മയ്യത്ത് കട്ടിലിൽ ആളുകൾ ചുമലിൽ വഹിച്ച് ഈ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം അധികം വൈകില്ല, പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഔദ്യോഗിക സർക്കാർ ബഹുമതി നൽകും. അതിന് പോലീസ് സംവിധാനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം വളരെ പെട്ടെന്ന് ഖബറടക്കുന്ന ചടങ്ങുകളിലേക്ക് നീങ്ങുകയും ചെയ്യും. നേരെ 6 അടി മണ്ണ്, 6 അടി ആഴത്തിലും 4 അടി വീതിയിലുമാണ് ഖബറുള്ളത്. 6 അടി മണ്ണിലേക്ക് നമുക്ക് ഇവിടെ ഭൗതിക ശരീരം കിടത്തിവെക്കും. അതിനുശേഷം മീസാൻ കല്ലുകൾ അതിന് മുകളിൽ വെച്ച ശേഷം മണ്ണ് ഇടുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ആയ അടുത്ത ആളുകൾ ഈ ഖബറിടത്തിന് ചുറ്റും നിന്ന് അവസാനമായി അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിലേക്ക് കൈകൊണ്ട് 3 പിടി മണ്ണ് വാരിയിടുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അതും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി ഖബറടക്ക ചടങ്ങ് പൂർത്തിയാക്കുന്ന നടപടി വളരെ പെട്ടെന്ന് തന്നെ നടക്കുകയും ചെയ്യും. ആ രീതിയിലായിരിക്കും അന്തിമ ഉപചാര ചടങ്ങുകളും ഖബറടക്കവുമെല്ലാം നടക്കുക. ഈ പള്ളിക്കണ്ടി ശ്മശാനം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ അദ്ദേഹത്തിൻ്റെ തറവാട് വീട് ഇവിടെയായിരുന്നു. ജനിച്ചത് ഇവിടെയാണ്, വളർന്നത് ഇവിടെയാണ്, പഠിച്ചത് തൊട്ടടുത്തുള്ള പള്ളിക്കണ്ടി യു പി സ്കൂളിലാണ്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ഓർമ്മകൾ അവശേഷിക്കുന്ന ഒരു നാടാണ്. ഒപ്പം തന്നെ കല്ലായിപ്പുഴയും അറബിക്കടലുമൊക്കെ സംഗമിക്കുന്ന കോതി കടപ്പുറം, കോടി അഴിമുഖം ഇവിടെയാണ്. അദ്ദേഹത്തിൻ്റെ ജോലിയും അദ്ദേഹത്തിൻ്റെ യൗവനവും അദ്ദേഹത്തിൻ്റെ നാടക കലാജീവിതവും ഒക്കെ അദ്ദേഹം തുടരുമ്പോഴും അദ്ദേഹം ഈ നാടുമായും ഈ ജനങ്ങളുമായും ഒക്കെ വളരെ വൈകാരികമായ ബന്ധം സൂക്ഷിച്ചിരുന്നു. ഇവിടുത്തെയുള്ള സംസ്കാരവുമായി വളരെ അടുത്ത ഇഴപിയാത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു. ആ ബന്ധവും അദ്ദേഹത്തിൻ്റെ ബന്ധവും ഒക്കെയാണ് അദ്ദേഹത്തിന് സിനിമയിലും അണമുറിയാത്ത രീതിയിൽ കോഴിക്കോടൻ ഫലിതങ്ങൾ അദ്ദേഹത്തിന് പകർത്തിവെക്കാൻ കഴിഞ്ഞത്. അത് അദ്ദേഹം ഒരിക്കലും ആ രീതിയിലൊരു അഭിനയിച്ച് ഫലിപ്പിക്കുന്നതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഈ തമാശ അഭിനയ അല്ലെങ്കിൽ ഈ ഹാസ്യ മുഹൂർത്തങ്ങളൊന്നും. അദ്ദേഹം കോഴിക്കോട്ട് എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അത് സിനിമയിൽ അതേപടി പകർത്തി വെക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അത് വളരെ ആഴത്തിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞത്. അത് അദ്ദേഹത്തിന് ഇനി മരിച്ച്
മണ്ണോട് ചേർന്ന് കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഹാസ്യം, ഈ കോഴിക്കോടൻ തമാശയും കോഴിക്കോട്ടൻ മനുഷ്യരും ആളുകളുമൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം, മലയാളിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്നിടത്തോളം കാലം അത് എക്കാലവും നിലനിൽക്കും. അഭ്രപാളികളിൽ അത് ഏത് നിമിഷവും ഏത് കാലത്തും നമുക്ക് കണ്ട് ചിരിക്കാവുന്ന തരത്തിലുള്ള ഒരു ഹാസ്യം അദ്ദേഹത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞത് ഈ രീതിയിൽ കോഴിക്കോടിൻ്റെ വളരെ താഴെത്തട്ടുള്ള മനുഷ്യരുമായുള്ള ആ ആത്മബന്ധം, ഇഴയെടുപ്പം അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ തരത്തിൽ അത് സിനിമയിൽ പകർത്തി വെക്കാൻ കഴിഞ്ഞത്. ഈ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ, സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ നാടകവുമായി, അഭിനയ ലോകവുമായി അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ടായിരുന്നു. ആ കാലത്തെ കോഴിക്കോടിൻ്റെ ഒരു എഴുത്തും പാട്ടും അതേപോലെ തന്നെ കലാസാഹിത്യ രംഗങ്ങളിലുള്ള നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ അദ്ദേഹം ചെറുപ്പം കഴിഞ്ഞ് അദ്ദേഹം തൊഴിലെടുക്കുന്ന കാലത്തിലേക്ക് പോയ സമയത്ത് തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ, ഒപ്പം തന്നെ ഉറൂബ് ഉൾപ്പെടെയുള്ള ആളുകളുമായി വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. PM താജ് ഉൾപ്പെടെയുള്ളവരുമായി, കോഴിക്കോട്ടുള്ള അന്നത്തെ പ്രശസ്തരായ നാടക കലാകാരന്മാരുമൊക്കെ വലിയ ആത്മബന്ധം, സാഹിത്യകാരന്മാരുമായ ആത്മബന്ധം. ആ ആത്മബന്ധമാണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് എത്തിച്ചത്. പക്ഷേ അപ്പോഴും അദ്ദേഹം ആ രീതിയിലുള്ളൊരു പുസ്തകത്തിൽ എഴുതി വെച്ച സാഹിത്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും അക്കാദമിയിൽ പോയി പഠിച്ച ഒരു അഭിനയശേഷിയോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹം തൻ്റെ സിനിമയിൽ പ്രകടിപ്പിച്ചിരുന്നത്. അദ്ദേഹം എന്താണോ തൻ്റെ കുട്ടിക്കാലവും തൻ്റെ തൊഴിൽ കാലവും തൻ്റെ സൗഹൃദത്തിൽ നിന്നൊക്കെ തനിക്ക് ലഭിച്ച ഒരു അനുഭവങ്ങൾ, തനിക്ക് ലഭിച്ച എന്തൊക്കെയായിരുന്നു ആ മുഹൂർത്തങ്ങളെല്ലാം അദ്ദേഹം യാതൊരു മാറ്റവും കൂടാതെ, ഭാവഭേദവും കൂടാതെ അദ്ദേഹം പകർത്തി വെക്കുകയായിരുന്നു. അത് സിനിമയ്ക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള പരിഷ്കരിക്കുവാനോ ഏതെങ്കിലും തരത്തിൽ അത് മാറ്റിമറിക്കാനൊന്നും അദ്ദേഹം തയ്യാറായിരുന്നില്ല. താൻ എങ്ങനെയാണോ കോഴിക്കോട് ജീവിച്ചത് അതേപോലെ തന്നെ അദ്ദേഹം സിനിമയിലും ജീവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വളരെ ജൈവികമായ ഒരു ഹാസ്യ അദ്ദേഹത്തിൽ നിന്നും നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ആ രീതിയിൽ, അത് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ മാത്രമായിരുന്നല്ലോ, അദ്ദേഹം പിന്നീട് നാട്ടുകാരുമായും ആ തരത്തിൽ പല ആവശ്യങ്ങളുമായും അദ്ദേഹത്തെ സമീപിക്കുന്നവർ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന് മുൻകാലത്തിൽ ഒരുമിച്ച് തൊഴിലെടുത്തിരുന്ന ആളുകൾ, ഇവരുമൊക്കെയായി വലിയ അടുത്ത ബന്ധം. സമൂഹത്തിന്റെ ഉന്നത സാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ള ഉന്നതരായ ആളുകളുമായി ബന്ധം തുടരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സമൂഹത്തിൽ ഏറ്റവും താഴെത്തിട്ടുള്ള മനുഷ്യരുമായും വലിയ ആത്മബന്ധം അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി നിരവധി ആളുകൾ ഈ കോഴിക്കോടിന്റെ ഒരു പരിച്ഛേദം, ഒപ്പം തന്നെ സംസ്ഥാനത്തുടനീളമുള്ള അദ്ദേഹവുമായി ഏതെങ്കിലും തരത്തിൽ ജീവിതബന്ധമുള്ളവർ, സിനിമാ ബന്ധമുള്ളവർ, അദ്ദേഹത്തിന്റെ ഹാസ്യം കണ്ട് ഒരിക്കലെങ്കിലും ചിരിച്ചവർക്ക് അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ ഒരു ആഗ്രഹം തോന്നുന്ന തരത്തിലുള്ള ഒരു അഭിനയ മുഹൂർത്തവും ഒരു ഇടപെടലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പള്ളിയിൽ നിസ്കാരത്തിന് ശേഷമുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അവസാനമായി ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് കാണാൻ അദ്ദേഹത്തിന് അന്തിമാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അല്പം വൈകാതെ തന്നെ ഉടൻ തന്നെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ആളുകൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കട്ടിലിൽ ഭൗതിക ശരീരം കിടത്തിയ ശേഷം അത് ചുമലിലേറ്റിയായിരിക്കും കൊണ്ടുവരിക. അതിനുശേഷം പോലീസ് ഔദ്യോഗിക ബഹുമതി നൽകും. അതിനുശേഷം കബറടക്ക ചടങ്ങുകൾ നൽകും. കബറടക്ക ചടങ്ങിലേക്ക് നീങ്ങുകയും ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ ഈ നടപടികളെല്ലാം പൂർത്തിയാകും. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഖബർസ്ഥാനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റ് നൂറുകണക്കിന് ആളുകൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരൊക്കെ ഇന്നലെ വിവിധ ആളുകൾ എത്തിയിരുന്നു. ഒപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, വളരെ സാധാരണക്കാരായ മനുഷ്യർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം പകർത്തിവെച്ച ജീവിതാനുഭവങ്ങൾ, സിനിമയിൽ പകർത്തിവെച്ച ജീവിതാനുഭവങ്ങൾ അത് ആസ്വദിച്ച ആളുകളാണ്. അവർക്കൊരിക്കലും അദ്ദേഹത്തെ കാണാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ രീതിയിൽ ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ണമ്പറമ്പ് ശ്മശാനത്തിലേക്കും ആളുകൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ കബറടക്കം നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും. പ്രതീഷ്. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഖബർസ്ഥാനിൽ ചടങ്ങുകളൊക്കെ പൂർത്തിയായിക്കൊണ്ടേയിരിക്കുകയാണ്. അല്പസമയത്തിനകം ഖബറടക്കം പൂർത്തിയാകും. കുറച്ചു പേർക്കൊക്കെ കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും അണമുറിയാതെ ആളുകൾ പള്ളിമുറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, ജുമാ മസ്ജിദിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. മയ്യത്ത് നമസ്കാരം പൂർത്തിയായി കഴിഞ്ഞു. ഇനി അല്പസമയം മാത്രമാണ് ശേഷിക്കുന്നത്. മാമുക്കോയ എന്ന മഹാനടൻ്റെ, മഹാഹാസ്യ സാമ്രാട്ടിൻ്റെ ഭൗതിക ശരീരം മണ്ണോട് ചേരുന്ന നിമിഷം അല്പസമയത്തിനകം അത് പൂർത്തീകരിക്കപ്പെടും. നേരത്തെ ഷഹീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മാമുക്കോയ നടന്ന് തീർത്ത സ്വന്തം മണ്ണിൽ അവസാനമായി ആ മണ്ണോട് ചേരുകയാണ്. സിനിമയുടെ തിരക്കുകൾക്കിടയിലും ഒക്കെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ കോഴിക്കോട് സാധാരണക്കാരനായി എത്തി സാധാരണക്കാരിലൂടെയൊക്കെ നടന്ന് നീങ്ങുന്ന മാമുക്കോയെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ള ആ കോഴിക്കോടിൻ്റെ, മലബാറിൻ്റെ ഹൃദയത്തോട് ചേർന്ന ആ കലാകാരനാണ് അവസാനമായി യാത്രാമൊഴിയേകാനായി ആയിരക്കണക്കിന് ആളുകൾ ഖബർസ്ഥാനിലേക്കും പള്ളിക്കണ്ടി
ജുമാ മസ്ജിദിലേക്കും എത്തിക്കൊണ്ടേയിരിക്കുന്നത്. നിരവധി കഥാപാത്രങ്ങളാണ് മലയാളിക്ക് മറക്കാൻ കഴിയാത്ത, നമുക്കിപ്പോഴും എടുത്തു പറയത്തക്ക രീതിയിലുള്ള എത്രയോ കഥാപാത്രങ്ങൾ. കൺകെട്ടിലെ കീലേരി അച്ചുവായും, റാംജി റാവുവിലെ ഹംസക്കോയ, നാടോടിക്കാറ്റിലെ ഗഫൂർ, വരവേൽപ്പിലെ ഹംസയും, മഴവിൽ കാവടിയിലെ കുഞ്ഞിക്കാതറും ഒക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങളാണ്. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത എത്രയോ കഥാപാത്രങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അതുല്യ പ്രതിഭ വിട പറയുന്നത്. നേരത്തെ കോഴിക്കോടിൻ്റെ പൗരാവലി തന്നെ പലരും പ്രതികരണം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാരണം നിലപാടുകളിൽ ഒരു വെള്ളവും ചേർക്കാത്ത നിലപാട്, അത് രാഷ്ട്രീയമായിട്ടായാലും സാംസ്കാരികമായിട്ടായാലും ഒക്കെ തൻ്റെ നിലപാടുകൾ അത് തുറന്ന് പറയാൻ എപ്പോഴും അങ്ങനെ തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു മാമുക്കോയ എന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു നടനാണ് വിട പറയുന്നത്. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, ഇനി എത്ര സമയം കൂടി മറ്റ് ചടങ്ങുകൾക്ക് ബാക്കിയുണ്ട്? ആരൊക്കെയാണ് ഇപ്പോൾ അവസാനമായി പ്രമുഖരായി അവിടേക്ക് എത്തുന്നവർ? നേരത്തെ മന്ത്രി അഹമ്മദ് ദേവർഗോപിൽ ഉൾപ്പെടെ എത്തിയതായി പറഞ്ഞിരുന്നു. അങ്ങനെ വരുന്ന ആളുകൾക്ക് അവിടെ മൃതദേഹം കാണാനുള്ള സൗകര്യം ഉണ്ടോ ഇനി, അതോ പൂർത്തിയായി കഴിഞ്ഞോ? അവിടെ കുറച്ചധികം ആളുകൾ ഖബർസ്ഥാനിലേക്ക് ഖബർസ്ഥാനിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം അങ്ങനെയെങ്കിൽ ചടങ്ങുകൾ പൂർത്തിയാകും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഷഹീദ്, മലബാറിന്റെയും കോഴിക്കോടിന്റെയും സജീവ സാന്നിധ്യവും ഈ മേഖലയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ശരിയായ പിന്തുടർച്ചക്കാരനുമായിരുന്നു മാമുക്കോയ. അദ്ദേഹം തൻ്റെ പ്രേക്ഷകരെ കുടുകുടെ ചിരിപ്പിച്ചു. അതോടൊപ്പം ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്തു. സിനിമാ നടന്മാർ, പ്രത്യേകിച്ച് ഹാസ്യ നടന്മാർ പറയും എന്ന് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം വളരെ ഗൗരവപൂർവം അതിൻ്റെ അന്തസ്സത്ത ചോർന്നു പോകാതെ പലപ്പോഴും സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, ഇതൊക്കെ തന്നെ ചിരിയേക്കാൾ ഉപരി കേൾവിക്കാരുടെ മുന്നിൽ തുറന്നിട്ട് കൊടുത്തത്. അങ്ങനെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മഹാപ്രതിഭ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യത്തിൻ്റെ പരിസമാപ്തി ഇന്ന് കുറിക്കപ്പെടുകയാണ്. എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു.